വേലൻ എന്ന കർഷകൻ നേരം പുലർന്നപ്പോൾ തൻ്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. നെൽച്ചെടികൾക്കൊപ്പം വളർന്നു നിൽക്കുന്ന കളകൾ പറിക്കുവാൻ വേണ്ടിയാണ് അയാൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത്. തൻ്റെ പണി വൃത്തിയായി അദ്ദേഹം ചെയ്തു. ആവശ്യമില്ലാതെ നെൽച്ചെടികൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന കളകൾ അയാൾ ഓരോന്നായി പറിച്ചെടുത്തു. ഗ്രാമത്തിലെ മറ്റൊരു കർഷകന്റെ കയ്യിൽ നിന്നും പാട്ടത്തിനെടുത്ത കൃഷിസ്ഥലത്തായിരുന്നു അയാൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തമായി അയാൾക്ക് കൃഷിസ്ഥലങ്ങളൊന്നും തന്നെയില്ല. വർഷത്തിൽ 1-2 തവണ അയാൾ കൃഷി ചെയ്യും. അതും ഇങ്ങനെ ഗ്രാമത്തിൽ നിന്നും ആരുടെയെങ്കിലും കൃഷിസ്ഥലം പാട്ടത്തിനെടുത്ത് നല്ലൊരു തുകയോ അല്ലെങ്കിൽ പാരിതോഷികമായി കിട്ടുന്ന നെല്ലിൻ്റെ ഒരളവോ അവർക്ക് നൽകും. ഞാറ് നടുവാനും കൊയ്ത്തുകാലമാകുമ്പോഴും മാത്രമാണ് അയാൾ മറ്റുള്ളവരുടെ സഹായം തേടുന്നത്. അല്ലാത്ത പക്ഷം തൻ്റെ കൃഷിയിടത്തിലേക്ക് സ്വന്തമായി തന്നെയാണ് കൃഷിസ്ഥലത്തെ പരിപാലിക്കുന്നത്. വളമിടുവാനും കളകൾ പറിക്കുവാനുമെല്ലാം ഏകനായി തന്നെയാണ് നേരം പുലരുമ്പോൾ തന്നെ തൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുന്നത്. അന്നത്തെ ദിവസവും അയാൾ പതിവ് തെറ്റിച്ചില്ല. നേരം പുലർന്നപ്പോൾ തന്നെ അയാൾ കൃഷിയിടത്തിലേക്ക് വെച്ചു പിടിച്ചു. അവിടേക്ക് എത്തിച്ചേർന്നു. നെൽച്ചെടികളെ നല്ലപോലെ പരിപാലിക്കുകയും അതിനു വേണ്ട വളവും മറ്റും കൃത്യസമയത്ത് കൊടുക്കുകയും ചെയ്തു. തൻ്റെ നെൽച്ചെടികൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന കളകൾ എന്നത്തെയും പോലെ അയാൾ പറിച്ചു തുടങ്ങി. വിശാലമായി കിടക്കുന്ന ആ കൃഷിയിടത്തിൽ അടുത്തെങ്ങും മറ്റാരുമില്ല. ഉച്ചത്തിലെ വിളി കേൾക്കുവാൻ പോലും ആരുമില്ലെന്ന് സാരം. അയാൾ നിൽക്കുന്ന ആ വയലിന് സമീപം നിൽക്കുന്നത് വലിയൊരു മലയും കാടുമാണ്. അതുവഴി ഒരു അരുവിയും ഒഴുകുന്നുണ്ട്. കൃഷിസ്ഥലത്തിൻ്റെയും വനത്തിൻ്റെയും അതിരിൽ പോയി നിന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ അരുവിയുടെ ശബ്ദം കേൾക്കുവാനും സാധിക്കും. മലനിരകളിൽ നിന്നും എവിടുന്നോ ഉത്ഭവിച്ച് പാറക്കല്ലുകളിലും മറ്റും തട്ടി തലോടി ഒഴുകുന്ന ആ ചെറിയ അരുവിയുടെ ശീൽക്കാര ശബ്ദം. ഉച്ച സമയമാകുമ്പോഴേക്കും അവൻ്റെ ഭാര്യ അവന് വേണ്ട ആഹാരം കൊണ്ടുവരുമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുന്നേ. എന്നത്തെയും പോലെ തന്നെ അന്നും അവർ അയാൾക്കുള്ള ആഹാരം ഒരുക്കിക്കൊണ്ട് അവിടേക്ക് എത്തി. എന്നും അവൾ വരുന്നത് കാത്ത് അവിടെ കെട്ടിയൊരുക്കിയ ഒരു മാടത്തിൽ അയാൾ ഇരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അന്നത്തെ ദിവസം അയാളെ ആ മാടപ്പുരയിൽ കാണാനുണ്ടായിരുന്നില്ല. അവൾ ചുറ്റുപാടും അയാളെ നോക്കി. കണ്ണെത്താ ദൂരത്തൊന്നും അയാളെ കാണുവാനില്ല. അവൾ കൊണ്ടുവന്ന ആഹാരങ്ങൾ ആ മാടത്തിൽ വെച്ചുകൊണ്ട് അവൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. അവൾ മുന്നിലേക്ക് നടന്നു. പണിയിൽ മുഴുകിയിരുന്നത് കൊണ്ട് തന്നെ അയാൾ ഒരുപക്ഷെ സമയം പോയത് അറിഞ്ഞു കാണില്ല എന്ന് അവൾ കരുതി. അവൾ ആ കൃഷിയിടത്തിലെങ്ങും അവനെ തിരക്കി. അവനെ കാണുവാനുണ്ടായിരുന്നില്ല. ഉച്ചത്തിൽ അവൾ അവൻ്റെ പേര് വിളിച്ചു. ആ വിളികൾക്കൊന്നും മറുപടിയും ഉണ്ടായില്ല. അവൾക്ക് വല്ലാതെ ഭയമേറി. എന്ത് സംഭവിച്ചെന്ന് അവൾക്ക് മനസ്സിലായില്ല. വളരെ വേഗം തന്നെ അവൾ അവളുടെ ഗ്രാമത്തിലേക്ക് പോയി മറ്റുള്ളവരെ വിവരമറിയിച്ചു. ഒരു വലിയ സംഘം ആളുകളുമായി ആ കൃഷിയിടത്തിലേക്ക് എത്തി. അവരും അവൾക്കൊപ്പം തിരയുവാൻ ഇറങ്ങി. ഏകദേശം 1/2-3 മണിക്കൂറുകളുടെ അവരുടെ തിരച്ചിലിനൊടുവിൽ അവർ കണ്ടെത്തി, കൃഷിയിടത്തിൻ്റെ ഒരു ഭാഗത്തായി നെൽച്ചെടികൾ പൂർണ്ണമായും ചെടിയിലേക്ക് വീണിരിക്കുന്നു. അവിടെ ഒരു പോരാട്ടം നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. രക്തവും ചെളിയും തമ്മിൽ കൂടിക്കലർന്നതും വ്യക്തമായി കാണാമായിരുന്നു. ചില നെൽച്ചെടികൾക്കിടയിൽ രക്തത്തുള്ളികളും പറ്റിയിരിക്കുന്നു. അതുപോരാഞ്ഞ് കൃത്യമായി പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അവിടെ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോയ ഒരു പാട് അവർ കണ്ടെത്തി. അത് പോകുന്നത് ആ കൃഷിയിടത്തിൻ്റെ അരികിലുള്ള വനത്തിനുള്ളിലേക്കാണ്. ആ ചെളി നിറഞ്ഞ, ആ രക്തപ്പാടുകൾ നിറഞ്ഞ ആ ട്രാക്ക് അവർ പിന്തുടരുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അല്പദൂരം അവർ സഞ്ചരിച്ചപ്പോൾ തന്നെ അവരുടെ ഊഹം ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി. അയാൾക്ക് എന്തോ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു. കൃഷിസ്ഥലം വിട്ട് വനത്തിൻ്റെ അതിര് തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് തന്നെ സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായി തന്നെ അവിടേക്ക് എത്തിയവർക്ക് മനസ്സിലായി. മറ്റൊന്നുമല്ല, ഒരു വലിയ കടുവയുടെ കാൽപ്പാട് അവർ അവിടെ കണ്ടെത്തി. വീണ്ടും ആ കാൽപ്പാടും ആ വലിച്ചിഴച്ച പാടും പിന്തുടർന്നുകൊണ്ട് വനത്തിനുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1/2 മൈലോളം അവർ സഞ്ചരിച്ചിട്ടുണ്ടാകും. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, വനത്തിനുള്ളിൽ നിന്നും മലനിരകൾക്കിടയിലൂടെ ഒരു അരുവി ഒഴുകുന്ന കാര്യം. കൃഷിയിടത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ചെവി ഓർത്താൽ തന്നെ അരുവിയുടെ ശബ്ദം കേൾക്കുവാൻ കഴിയുമെന്നും നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ. ആ അരുവിയുടെ അരികിലേക്കാണ് അവനെ വലിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായി. അവിടേക്ക് എത്തുന്നത് വരെയും അവരാരും തന്നെ ഒരു കടുവയെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലുകളും എടുത്തിരുന്നില്ല. എങ്കിലും അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനുള്ള വിഭ്രതിയിലും പരിഭ്രാന്തിയിലും അവരെല്ലാം തന്നെ മറന്നുപോയി. അവർ ഒരുമിച്ച് ആ ട്രാക്കുകൾ പിന്തുടർന്ന് ആ ചെറിയ അരുവിയുടെ അരികിലേക്ക് ചെന്നു. അരുവിയുടെ അരികിൽ വളർന്നു നിന്നിരുന്ന ഒരു ചെറിയ കുറ്റിക്കാടിനുള്ളിൽ ആ മൃതദേഹം അവർ കണ്ടെത്തുകയും ചെയ്തു. അതിനുള്ളിൽ മറച്ചുവെച്ച രീതിയിലായിരുന്നു ആ ശരീരം അവർക്ക് കിട്ടിയത്.
അടയാളങ്ങളും ട്രാക്കുകളും കൃത്യമായിരുന്നു. ആ വലിച്ചിഴച്ച പാട് നേരെ ചെന്ന് കീറിയത് ആ കുറ്റിക്കാടിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തി അവർക്ക് ഒരുപാട് സമയം ആ ശരീരം തിരയേണ്ടതിൻ്റെ ആവശ്യകത വന്നില്ല. കുറ്റിക്കാടിനുള്ളിൽ കിടന്നിരുന്ന ആ കർഷകന്റെ ശരീരം അവർ പുറത്തേക്കെടുത്തു. അതിൽ നിന്ന് തന്നെ അയാൾക്ക് സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായി. ഒരു കടുവ അവനെ കടിച്ചു കീറി കൊന്നിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അവന്റെ പിൻകഴുത്തിലാണ് ആ കടുവ ചാടി വീണ് കടിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ തിരിഞ്ഞു നിന്ന് കള പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിലൂടെ പമ്മി വന്ന കടുവ അയാൾക്ക് നേരെ കുതിച്ചു ചാടിയതായിരിക്കാം. നിലത്തിട്ട് ആ ചെളിയിലിട്ട് അയാളെ കടിച്ചു കുടഞ്ഞിരിക്കാം. ജീവൻ പോയതിനു ശേഷം അയാളെ വലിച്ചിഴച്ചുകൊണ്ട് ഇവിടേക്ക് വന്നതായിരിക്കും. ഈ നിഗമനത്തിൽ അവിടേക്ക് എത്തിയ ആളുകൾ എത്തിച്ചേർന്നു. കടുവ സാമാന്യം വലിപ്പമുള്ളതാണെന്ന് കാലടയാളങ്ങളിൽ നിന്നും അവർക്ക് മനസ്സിലായി. അതുമാത്രമല്ല, ഇത്രയും വലിയ കടുവ വരുന്നത് ആൺകടുവയാണെന്നും ഇതൊരു പെൺകടുവയല്ലെന്ന നിഗമനത്തിലും അവർ എത്തിച്ചേർന്നു. ശരീരം നല്ലപോലെ അവർ പരിശോധിച്ചു. പുറത്തും നെഞ്ചിലുമായി കടുവയുടെ നഖങ്ങൾ ആഴത്തിലിറങ്ങിയ പാടുകൾ ഉണ്ടായിരുന്നു. മാംസം ഒരു തുണ്ടുപോലും ആ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. ഈ കുറ്റിക്കാടിന്റെ അരികിലേക്ക് ഈ ശരീരം കൊണ്ടിട്ടിട്ട് ആ കടുവ എവിടേക്കാണ് പോയി മറഞ്ഞതെന്ന് അവിടെ വന്നവർക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷെ ഇവിടേക്ക് എത്തിച്ചിട്ട് അധിക സമയമായിരിക്കുകയില്ല. ഗ്രാമത്തിലെ ആളുകൾ ആ കടുവയെ പിന്തുടർന്നുകൊണ്ട് വരുന്ന വിവരം അവൻ ഒരുപക്ഷെ അറിഞ്ഞു കാണണം. കൂട്ടമായി അവിടേക്ക് എത്തിയ മനുഷ്യന്റെ സാന്നിധ്യം മനസ്സിലാക്കി ഒരുപക്ഷെ ആ കടുവ തന്റെ ഇരയെ ഇവിടെ ഉപേക്ഷിച്ച് എവിടേക്കെങ്കിലും ഓടി മറഞ്ഞതായിരിക്കാം. അവിടേക്ക് ആ ശരീരം തേടിയെത്തിയവർക്ക് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഭയം തന്നെയായിരുന്നു. ഇനിയും ഏത് നിമിഷവും എവിടെ നിന്ന് വേണമെങ്കിലും ആ കടുവ തങ്ങളെയും ആക്രമിച്ചേക്കാം എന്ന ഭയം. 3-4 പേർ ചേർന്ന് ആ ശരീരം എടുത്തുയർത്തി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുവാൻ തുനിഞ്ഞു. ആ സമയം തന്നെ അരുവിയുടെ മറുകരയിലെ വനത്തിൽ നിന്നും ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനം ഉയർന്നു കേട്ടു. ഗ്രാമത്തിലെ ആളുകൾ ശരീരം അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോകുവാൻ തയ്യാറായില്ല. എങ്കിലും വളരെ വേഗം തന്നെ ആ ശരീരം എടുത്തുകൊണ്ട് അവർ ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു. അവർക്കൊരു കാര്യം ഉറപ്പാണ്, ആൾക്കൂട്ടത്തിന് മുന്നിലേക്ക് ഒരിക്കലും ആ കടുവ കടന്നു വരില്ല എന്ന്. കൂട്ടമായി നിൽക്കുന്ന ആളുകളെ അവന് ഭയമാണെന്ന്. ആ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ ശരീരം അവർക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് പോകുവാൻ സാധിച്ചത്. ഇത് ആ നരവേട്ടക്കാരനായ കടുവയുടെ ഒരു തുടക്കം മാത്രമായിരുന്നു. പശ്ചിമഘട്ടത്തെ വിറപ്പിച്ച നരഭൂജിയായ ഒരു കടുവയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. PM വർക്കിയുടെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ. മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കർഷകരുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയാണ്. കാപ്പി, ഏലം, തേയില, കുരുമുളക്, പിന്നെ സമതല പ്രദേശങ്ങളിലും മറ്റും അവർ നെല്ലും അതുപോലെയുള്ള കൃഷികളും ചെയ്യാറുമുണ്ട്. ഇതിനു പുറമെ കന്നുകാലികളെയും അവർ വളർത്താറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ആളുകൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനത്തോട് ചേർന്ന പ്രദേശമാണെന്ന് കഥയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. വർഷങ്ങളായി ഇവിടുത്തെ ആളുകൾ വനത്തിലെ മൃഗങ്ങളുമായി പോരടിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുവരെ പറഞ്ഞ കഥയിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. അതങ്ങനെയാണ്. വനത്തോടടുപ്പിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഗ്രാമങ്ങളിലെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. ഓരോ ദിവസവും അവരുടെ ജീവിതവും ജീവനും സ്വത്തുക്കളുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടുത്തെ വന്യജീവികളുമായി പോരടിച്ചുകൊണ്ട് തന്നെയാണ്. വിളകൾ പാകമാകുമ്പോൾ അത് ഭക്ഷിക്കുവാൻ വേണ്ടി വനമിറങ്ങി വരുന്ന വന്യജീവികൾ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് അവിടുത്തെ കർഷകർക്കുണ്ടാക്കുന്നത്. അതിനെ തടയിടാൻ വേണ്ടിയാണ് പല കൃഷിയിടങ്ങളിലും അവർ രാത്രികാലങ്ങളിൽ കാവൽ കിടക്കുന്നത്. അതിനുവേണ്ടി വലിയ നീളമുള്ള മരത്തടികളിൽ അവർ ഏറുമാടങ്ങൾ സ്ഥാപിക്കാറുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ മുതൽ അവരുടെ കാവൽ അവിടെ തുടരുന്നു. ഇരുട്ടിനോടും തണുപ്പിനോടും മല്ലടിച്ചുകൊണ്ടാണ് അവർ ആ ദിവസം മുന്നിലേക്ക് തള്ളി നീക്കുന്നത്. കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ അവരുടെ കൃഷിയിടത്തിലേക്ക് പതിക്കുമ്പോൾ അവർ അന്നത്തെ കാവൽ അവസാനിപ്പിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങും. അതാണ് അവിടുത്തെ പതിവ്. വിളകൾ പാകമാകുന്നതുവരെ അത് തുടരുകയും ചെയ്യും. അതായത് കൊയ്ത്തുവരെ. ആനകൾ, കടുവകൾ, പുലികൾ, കരടികൾ, മാനുകൾ, കുരങ്ങന്മാർ എന്നു വേണ്ട സർവ്വ വന്യജീവികളും ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് തലവേദന തന്നെയാണ്. അവിടുത്തെ ഗ്രാമത്തിലെ വാഴത്തോട്ടങ്ങളിലേക്ക് എത്തുന്ന അസംഖ്യം കുരങ്ങുകൾ വിളവെടുപ്പ് പ്രായമെത്തുന്ന വാഴകളെ തള്ളിമറിച്ചിടുകയും പഴങ്ങൾ മോഷ്ടിച്ചുകൊണ്ടു പോകുന്നതും പതിവാണ്. അവയെ തുരത്തുവാൻ തന്നെ വളരെ പ്രയാസവുമാണ്. എന്നാൽ നെല്ല് പാകമാകുമ്പോഴേക്കും അതിന്റെ മണം പിടിച്ച് അവിടേക്ക് കടന്നു വരുന്ന ആനക്കൂട്ടത്തെ തുരത്തി ഓടിക്കുവാൻ വളരെ എളുപ്പവുമാണ്.
ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെങ്കിലും തേയിലത്തോട്ടങ്ങളിലും മറ്റും മറഞ്ഞിരിക്കുന്ന കടുവകളും പുലികളും മനുഷ്യർക്ക് വലിയ വെല്ലുവിളികൾ തന്നെയാണ്. വനത്തിലേക്ക് തങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുവാൻ കൊണ്ടുപോകുന്നവരും കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ലുകൾ അരിഞ്ഞെടുക്കുവാൻ പോകുന്നവരുടെയും അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ ഗ്രാമത്തിലെ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഏത് നിമിഷവും എന്തും അവിടെ സംഭവിച്ചേക്കാം. ഇങ്ങനെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളും അപകടങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടുത്തെ ഗ്രാമത്തിലെ ഓരോരുത്തരും അവരുടെ ജീവൻ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ പ്രായമായി മരിക്കുന്നതുവരെയും ഇങ്ങനെയുള്ള ഈ ഭീഷണികളെല്ലാം അവൻ തരണം ചെയ്ത് പരിഹാരം കണ്ടെത്തിയാണ് മുന്നിലേക്ക് പോകുന്നത്. ഗ്രാമത്തിൽ നിന്നും പുല്ലരിയുവാൻ വേണ്ടി അടുത്തുള്ള തോട്ടത്തിന്റെ അപ്പുറമുള്ള പുൽമേടിലേക്ക് പോയ അവൻ തിരികെ പുല്ലരിഞ്ഞുകൊണ്ടെത്തി. അവൻ കണ്ട കാര്യം അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളോട് പറയുവാൻ തുടങ്ങി. അവൻ പുല്ലരിഞ്ഞ് തിരികെ മടങ്ങി വരുന്ന വഴിയിൽ ഗ്രാമത്തിന്റെ സമീപത്ത് വെച്ച് ഒരു കടുവയുടെ കാൽപ്പാട് കണ്ടു എന്നായിരുന്നു അവിടുത്തെ ആളുകളോട് അവൻ പറഞ്ഞത്. ഇങ്ങനെ കടുവയുടെ കാൽപ്പാട് കണ്ടതുകൊണ്ട് തന്നെ ഇനിയും ഗ്രാമത്തിലെ ആളുകൾ സൂക്ഷിക്കണമെന്നും കന്നുകാലികളെയും മറ്റും വനത്തിലേക്ക് കൊണ്ടുപോകുന്നത് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കണമെന്നും ഗ്രാമത്തിലെ കന്നുകാലികളെ നല്ലപോലെ സംരക്ഷിച്ച് വളർത്തണമെന്നുമായിരുന്നു അയാൾ പറഞ്ഞത്. അതിനു മറുപടി എന്ന പോലെ ആയിരിക്കാം മറ്റുള്ളവർ പറഞ്ഞത്. നമ്മുടെ ഗ്രാമത്തിന്റെ സമീപത്ത് തൊട്ടടുത്ത് തന്നെയാണ് വനമുള്ളത്. വനത്തിൽ ധാരാളം വന്യമൃഗങ്ങളുമുണ്ട്. നീ ഇന്ന് കണ്ടത് കടുവയുടെ കാൽപ്പാടല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ വനത്തിന്റെ അരികിലൂടെ നടന്നുപോയപ്പോൾ കണ്ടത് ഒരു കാട്ടാനയെ തന്നെയായിരുന്നു. ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമല്ല. വനത്തിന്റെ അതിരിൽ താമസിക്കുമ്പോൾ ആനയോ പുലിയോ കടുവയോ അവയുടെ കാൽപ്പാടോ കണ്ടെന്ന് വരും. ഇതൊന്നും ഇത്രയും സംഭവമാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ അവൻ ആക്രമിക്കുവാൻ വന്നോ? അല്ലെങ്കിൽ നിന്റെ വളർത്തുമൃഗങ്ങളെ ആ കടുവ പിടിച്ചുകൊണ്ടുപോയോ? ഒന്നുമില്ലല്ലോ. നീ എന്തിനാണ് ചുമ്മാതെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഭയം വിതയ്ക്കുന്നത്? കഴിഞ്ഞ വർഷം നീ പറഞ്ഞു പരത്തിയതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. എന്തു മറന്നിട്ടില്ലെന്ന് അവൻ ചോദിച്ചു. കഴിഞ്ഞ വർഷമല്ലേ നീ പറഞ്ഞത് നിന്റെ വീടിന്റെ അരികിലെ മരത്തിൽ നീ വലിയൊരു പുലിയെ കണ്ടെന്നും ആ പുലി തനിക്ക് നേരെ ചാടി വന്നപ്പോൾ നീ വീട്ടിൽ കയറി കതവടച്ചെന്നുമെല്ലാം. എന്നിട്ട് എന്തായി? നീ മാത്രമല്ലേ ആ പുലിയെ കണ്ടുള്ളൂ, ഞങ്ങളാരും കണ്ടില്ലല്ലോ. അതിന്റെ പേരിൽ നീ ഇവിടെ നടത്തിയ പുകില് ഗ്രാമത്തിലെ അയാൾ പറഞ്ഞു നിർത്തി. അതിന് മറുപടി എന്ന പോലെ പുല്ല് ചെത്തിക്കൊണ്ടു വന്നവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. എൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ വലിയ മരത്തിലാണ് ഞാൻ ആ പുലിയെ കണ്ടത്. അതെനിക്ക് നേരെ ചാടി വരികയും ചെയ്തു. തലനാഴിഴയിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. അത് സത്യമാണ്, നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാർക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയുമാണ് നിങ്ങൾക്കെല്ലാം ഞാൻ താക്കീതെന്ന നിലയിൽ അത് പറഞ്ഞത്. അവിടെ കൂടി നിന്നവർ ഉച്ചത്തിൽ അട്ടഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ ഭീരു, നീ വല്ല പൂച്ചയും മറ്റുമായിരിക്കും കണ്ടത്. നീയല്ലാതെ ആരും ആ പുലിയെ കണ്ടില്ലല്ലോ. ഞങ്ങളെയെല്ലാം വിളിച്ചറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ നിന്റെ വീടും പരിസരവും ചുറ്റുപാടുമുള്ള പരിസരത്തെ മരവും കുറ്റിക്കാടും എല്ലാം അരിച്ചു പെറുക്കി. പുലി പോയിട്ട് അവിടെ ഒരു എലി പോലും ഉണ്ടായിരുന്നില്ല. ആളുകളുടെ പരിഹാസവും കുറ്റപ്പെടുത്തലും വല്ലാതെ അവനെ തളർത്തിയിരുന്നു. അവൻ കൂടുതൽ പറയുവാൻ തുനിഞ്ഞില്ല. താൻ അരിഞ്ഞുകൊണ്ടുവന്ന പുല്ല് ചുമന്നുകൊണ്ട് അവൻ തൻ്റെ കുടിലിലേക്ക് നടന്നു. സന്ധ്യയാകുന്നതിന് മുന്നേ തന്നെ അവൻ അരിഞ്ഞ പുല്ലുകൾ തൻ്റെ കന്നുകാലികൾക്ക് വിതരണം ചെയ്തു. ഈ സംഭവം നടന്ന് ഏകദേശം 2 ദിവസങ്ങൾക്കപ്പുറം ഒരു പ്രഭാതത്തിൽ ഒരു ഗ്രാമീണൻ ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് ഗ്രാമത്തിന്റെ വിജനമായ വീതിയിലൂടെ ഓടി. സംഭവം എന്താണെന്ന് അറിയുവാൻ വേണ്ടി അവിടേക്ക് ആളുകൾ ഓടിക്കൂടി. അവൻ ഓടി വന്ന് നിന്നത് ഗ്രാമത്തിന്റെ ഒത്ത നടുവിലുള്ള വലിയൊരു മരത്തിന്റെ ചുവട്ടിലായിരുന്നു. സാധാരണയായി ആ വലിയ മരത്തിന്റെ ചുവട്ടിലാണ് ആളുകൾ ഒത്തുകൂടുന്നതും കാര്യങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാക്കുന്നതും. അങ്ങനെ അവന്റെ നിലവിളി കേട്ട് അവിടേക്ക് ആളുകൾ ഓടിക്കൂടി. സംഭവം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ആ ഗ്രാമത്തിന്റെ തലവനും വന്നെത്തി. അയാൾ അവനോട് കാര്യങ്ങൾ തിരക്കി. തലേന്ന് രാത്രിയിൽ തൻ്റെ വീടിന്റെ അരികിൽ കെട്ടിയിട്ടിരുന്ന കന്നുകാലിയെ ഒരു കടുവ പിടിച്ചുവെന്ന വാർത്തയായിരുന്നു അവൻ അവരോട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് കേട്ട് അവർ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. ആളുകൾ കൂട്ടത്തോടെ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തി. പരിസരമാകെ പരിശോധിച്ചു. ശരിയാണ്, തലേന്ന് രാത്രിയിൽ കടുവ ഇവിടേക്ക് വന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. കാലടയാളം അവൻ്റെ മുറ്റത്തെ മണ്ണിൽ പതിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ ആ കടുവയുടെ വലിപ്പം അവർക്ക് മനസ്സിലായി. പിന്നീട് ആ കടുവ നടന്നു പോയിരിക്കുന്നത് അവൻ്റെ വീടിനരികിലുള്ള തൊഴുത്തിലേക്കാണ്. തൊഴുത്തിൽ നിന്നും നല്ല മുറ്റിയ ഒരു പശുവിനെ അവൻ പിടികൂടിയിരിക്കുന്നു. അതിനെ ഒരു പക്ഷേ കഴുത്തിലായിരിക്കണം പിടികൂടിയത്. അതുകൊണ്ട് തന്നെ ഒട്ടും ഒച്ചപ്പാടില്ലാതെ ആ കടുവയ്ക്ക് മുന്നിൽ ആ കന്നുകാലി കീഴടങ്ങി കാണണം. ആ ഭാരമേറിയ കന്നുകാലിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടും കാണാം. അതിൻ്റെ കഴുത്തിൽ നിന്നും മറ്റും മൂടിയിറങ്ങിയ രക്തത്തുള്ളികളായിരിക്കാം അവിടെ വഴികാട്ടി എന്ന പോലെ മുന്നിലേക്ക് നീണ്ടുപോകുന്നത്. 2 ദിവസങ്ങൾക്ക് മുന്നേ കടുവയുടെ കാലടയാളം കണ്ടു എന്ന് പറഞ്ഞ ആ വ്യക്തി ആ രംഗത്തേക്ക് കടന്നെത്തി. അവൻ അവരോടെല്ലാം പറഞ്ഞു, ഞാൻ 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങൾക്ക്
മുൻകരുതലുകൾ എടുക്കുവാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ് ഞാൻ കടുവയുടെ കാലടയാളം കണ്ടു എന്ന്. അന്ന് നിങ്ങൾ എന്നെ കളിയാക്കി, എന്നെ ഒറ്റപ്പെടുത്തി. ഇപ്പോൾ എന്തായി? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ആ കടുവ നമ്മുടെ ഈ ഗ്രാമത്തിന്റെ പരിസരത്ത് തന്നെയുണ്ട്. അവനറിയാം ഗ്രാമത്തിൽ ധാരാളം കന്നുകാലികളുണ്ട് എന്ന്. കന്നുകാലികളെ കെട്ടിയിട്ട് വളർത്തുന്നത് കൊണ്ട് തന്നെ അവൻ ഇരപിടിക്കുവാനും എളുപ്പമാണെന്നും അവൻ ഇതിനോടകം മനസ്സിലാക്കി കാണണം. ഇനിയും ഏത് നിമിഷവും തുടരെയുള്ള ആ കടുവയുടെ ആക്രമണം പ്രതീക്ഷിച്ചു. ഇത്രയും പറഞ്ഞ് അവന്റെ വാക്കുകൾ അവൻ ഉപസംഹരിച്ചു. അവിടെ കൂടി നിന്ന ആളുകൾ പരസ്പരം നോക്കി. എന്ത് പരിഹാര മാർഗമാണ് ഇതിനെ കാണേണ്ടതെന്ന് ചിന്തിച്ചു. ആർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. എങ്കിലും ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കണക്കുകൂട്ടാൻ അവിടുത്തെ ആളുകൾ തീരുമാനിച്ചു. അതിനുശേഷം അവരുടെ കൈവശം ഉണ്ടായിരുന്ന കമ്പുകളും വടികളും എല്ലാം എടുത്തുകൊണ്ട് ആ കടുവയുടെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് അവർ മുന്നിലേക്ക് സഞ്ചരിച്ചു. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1/2 മൈലുകളോളം സഞ്ചരിച്ചപ്പോൾ തന്നെ ആ കന്നുകാലിയുടെ ശരീരം അവർ കണ്ടെത്തി. അത് കിടന്നിരുന്നത് സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. കുറ്റിക്കാടുകളാൽ മൂടപ്പെട്ട ഒരു പ്രദേശം. അവിടെ നിന്നുമായിരുന്നു കന്നുകാലിയുടെ ശരീരം കണ്ടെത്തിയത്. ഭാഗികമായി ആഹരിച്ച നിലയിലായിരുന്നു അതുണ്ടായിരുന്നത്. അതിൻ്റെ ഉടമയുടെ നിർബന്ധത്തിന് വഴങ്ങി പാതി ആഹരിച്ച കന്നുകാലിയുടെ ശരീരം അവിടെ തന്നെ അവർ വെട്ടിക്കുഴിച്ചു മൂടി. ഇനിയും ഇതിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും ആ കടുവയ്ക്ക് വിട്ടുകൊടുക്കുവാൻ അയാൾ തയ്യാറായിരുന്നില്ല. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു ഇവിടെ പിടികൂടിയിട്ട ഈ ഇരയ്ക്ക് വേണ്ടി ആ കടുവ മടങ്ങിയെത്തുമെന്ന്. അങ്ങനെ മടങ്ങിയെത്തുമ്പോൾ ഇതിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും അവൻ വീണ്ടും ആഹരിക്കരുതെന്ന വാശിയായിരുന്നു അതിൻ്റെ ഉടമയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം അയാൾ തൻ്റെ കന്നുകാലിയെ അവിടെ വെട്ടിമൂടുവാൻ തീരുമാനിച്ചത്. അന്ന് രാത്രിയിലും ആ കടുവ ആ ഗ്രാമത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അതുമാത്രമല്ല, പിന്നീടുള്ള ദിവസങ്ങളിൽ അത് പതിവുമായി. കടുവയുടെ കാലടി ശബ്ദം കേൾക്കാത്ത ഒരു രാത്രി പോലും പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. നേരം പുലരുമ്പോൾ പലരുടെയും പല അനുഭവങ്ങളും ഗ്രാമത്തിൽ പറഞ്ഞു നടക്കുവാൻ തുടങ്ങി. ഗ്രാമത്തിലെ വീടുകളുടെ അരികിലൂടെ ആ കടുവ നടന്നു പോകുമ്പോൾ ഇലകളും മറ്റും ചുള്ളികളും മറ്റും ഞെരിഞ്ഞമരുമ്പോഴുള്ള ശബ്ദം വ്യക്തമായി തന്നെ പലരും കേട്ടു. അതുപോലെ തന്നെ കടുവയുടെ മുരൾച്ചയും. ഗ്രാമത്തിൽ നിന്നും ആടുമാടുകളെ കാണാതാകുന്നത് പതിവ് സംഭവമായി. പതിയെ പിന്നീട് അതിന് പിന്നാലെ പോകുന്നത് ഗ്രാമത്തിലെ ആളുകൾ അവസാനിപ്പിച്ചു. അത് ഏകദേശം 2-3 മാസത്തോളം തുടർന്നു നിൽക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ട കടുവ കന്നുകാലി പിടിയനായിരുന്നു എങ്കിലും പിന്നീട് അവൻ എങ്ങനെയോ മനുഷ്യന്റെ മാംസത്തിന്റെ രുചി അറിയുകയായിരുന്നു. തുടക്കകാലങ്ങളിൽ ഗ്രാമത്തിൽ എത്തുന്ന അവൻ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ അന്തേവാസിയുടെ വളർത്തുമൃഗത്തെ പിടികൂടിക്കൊണ്ട് വനത്തിനുള്ളിലേക്ക് പോകും. പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ആ കടുവയുടെ യാതൊരു അറിവും ആ ഗ്രാമത്തിൽ ഉണ്ടാകുകയില്ല. അങ്ങനെ അത് പതിവായി. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഒരു സംഭവം പറഞ്ഞില്ലേ, കൃഷിയിടത്തിൽ നിന്നും ഒരു കർഷകനെ ആ കടുവ പിടികൂടി കൊണ്ടുപോയ കാര്യം. അതിനു മുന്നേ മറ്റൊരു സംഭവം അവിടെ നടന്നിരുന്നു. ഗ്രാമത്തിൽ നിന്നും ഒരാളെ കാണാതായ ഒരു സംഭവം. വേലൻ എന്ന ഒരാളുടെ കാര്യം പറഞ്ഞത് ഓർമ്മയില്ലേ? പുല്ലരിയുവാൻ വേണ്ടി തേയിലത്തോട്ടങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന പുൽമേടിലേക്ക് പോയ ഒരാളുടെ കാര്യം. വേലൻ എന്ന ഒരു ഗ്രാമീണന്റെ കാര്യം. അയാളെ ഏകദേശം ഈ സംഭവം നടക്കുന്നതിനും 2 ആഴ്ച മുന്നേ കാണാതായി. അതായത് ആ കടുവയുടെ ആദ്യ കൊലപാതകം എന്ന് കരുതപ്പെടുന്ന കർഷകന്റെ കൊലപാതകം അരങ്ങേറുന്നതിനും 2 ആഴ്ച മുന്നേ. അവനെ തിരക്കി പുൽമേടിലേക്കും മറ്റു വനങ്ങളിലേക്കും എല്ലാം ആളുകൾ പോയി എങ്കിലും അവൻ എന്താണ് സംഭവിച്ചതെന്ന് പോലും അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഗ്രാമത്തിലെ ആളുകൾക്ക് മനസ്സിലായ ആദ്യ കൊലപാതകത്തിന് ശേഷം അവർ ആ നിഗമനത്തിൽ എത്തിച്ചേർന്നു. കടുവ ആദ്യമായി പിടികൂടിയത് ആ കർഷകനെ അല്ല എന്നും വേലു എന്ന ആ പുല്ല് വെട്ടുവാൻ പോയ ഗ്രാമീണനെയാണെന്നും തിരിച്ചറിഞ്ഞു. ഒരു ഭയപ്പാടോടെ അവൻ്റെ ശരീരാവശിഷ്ടങ്ങൾ പോലും അവിടുത്തെ ആളുകൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. എങ്ങനെയാണ് അവൻ കൊല്ലപ്പെട്ടതെന്ന് പോലും അവർക്കാർക്കും മനസ്സിലായില്ല. എന്നാലും അവിടുത്തെ ആളുകൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. പുല്ലരിയുവാൻ വേണ്ടി തേയിലത്തോട്ടത്തിൻ്റെ അപ്പുറത്തെ ആ പുൽമേട്ടിലേക്ക് പോയ അവൻ കുനിഞ്ഞിരുന്ന് പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ആ കടുവ പിന്നിലൂടെ ആക്രമിച്ചതായിരിക്കാം. ധാരാളം കാട്ടുപന്നികളും മാനുകളുമെല്ലാം അവിടേക്ക് പുല്ല് തിന്നുവാൻ വേണ്ടി വരാറുണ്ട്. ഒരുപക്ഷെ അവൻ കുനിഞ്ഞു നിന്ന് പുല്ലരിയുന്ന സമയത്ത് പിന്നിലൂടെ ആക്രമിച്ച കടുവയ്ക്ക് അവൻ ഒരു പന്നിയാണെന്ന് തെറ്റിദ്ധരിച്ച് കാണണം. ആദ്യ മനുഷ്യവേട്ടയിൽ വിജയിച്ച അവന് മനുഷ്യന്റെ മാംസത്തിന്റെ രുചി മനസ്സിലായി കാണണം. അപ്പോൾ അവൻ മനസ്സിലാക്കി കാണും ലോകത്തിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ കീഴ്പ്പെടുത്തുവാൻ പറ്റുന്ന ഇര മനുഷ്യനാണെന്ന്. മാനുകളെപ്പോലെ ഓടുവാൻ അവന് വേഗതയില്ലെന്ന്. ആനകളെപ്പോലെയോ കരടിയെപ്പോലെയോ തങ്ങളോട് മല്ലയുദ്ധത്തിൽ ഏർപ്പെടുവാനുള്ള ശക്തിയും ബലവും അവനില്ലെന്ന്. ഏറ്റവും എളുപ്പത്തിൽ മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കണം.
അതിൻ്റെ കൂടെ മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചിയും അവൻ അറിഞ്ഞു. അവിടുത്തെ ആളുകൾ ഈ നിഗമനത്തിൽ എത്തി. ഗ്രാമത്തിലെ ആളുകൾ ഒരു നിമിഷത്തേക്ക് നിശബ്ദരായി. ഗ്രാമത്തലവൻ പറഞ്ഞു, ഇനി ആരും ഒറ്റയ്ക്ക് വനത്തിലേക്ക് പോകണ്ട, ആ പുൽമേട്ടിലേക്കും പോകണ്ട, കൃഷിയിടത്തിലേക്കും പോകണ്ട. പോകുകയാണെങ്കിൽ സംഘമായി പോകുക, സംഘമായി ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. രാത്രികാലങ്ങളിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങണമെങ്കിൽ സന്ധ്യയ്ക്ക് മുന്നേ തിരികെ ഗ്രാമത്തിലേക്കും അവരവരുടെ കുടിലിലേക്കും എത്തുക. ഇതായിരുന്നു ഗ്രാമത്തലവൻ അവർക്ക് നൽകിയ കർശനമായ നിർദ്ദേശം. ഗ്രാമത്തിലെ കുടിലുകളിൽ പോലും അവർ സുരക്ഷിതരല്ല എന്നറിയുവാൻ ഏകദേശം ഒരാഴ്ച വേണ്ടി വന്നു. സാധാരണഗതിയിൽ കടുവകൾ മനുഷ്യരെ ഭയപ്പെടുന്നുണ്ട്. വളരെ വ്യക്തമായി തന്നെ ഞാനത് പറഞ്ഞു നൽകാം. നിങ്ങൾ വനത്തിലൂടെ നടന്ന് നീങ്ങുകയാണ്. നിങ്ങൾക്ക് മുന്നിലായി ഒരു കടുവ നിങ്ങൾക്ക് നേരെ നടന്നു വരികയാണ്. ഒരു കാരണവശാലും നിങ്ങളെ ആ കടുവ ആക്രമിക്കില്ല. അതൊരു നരഭോജിയല്ല എങ്കിൽ അത് തിരികെ വനത്തിലേക്ക് ഓടി മറയുവാനായിരിക്കും ശ്രമിക്കുക. എന്നാൽ മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അറിഞ്ഞ കടുവ ഒരിക്കലും അങ്ങനെയായിരിക്കില്ല. നിങ്ങൾ തനിച്ചാണ് സഞ്ചരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ വനത്തിലേക്ക് മറയുകയും അവൻ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടി നിങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് അപ്രതീക്ഷിതമായി അവൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം കൂടി ഉണ്ടായി. ഈ സംഭവമെല്ലാം നടന്ന് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 10 ദിവസം കഴിഞ്ഞ് കാണണം. ഗ്രാമത്തിൻ്റെ ഒത്ത നടുവിലായി ഒരു വലിയ മരമുണ്ടെന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ആ മരത്തിൻ്റെ അരികിൽ നിന്നും കുറച്ചു മാറി കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാമത്തിൽ തന്നെ വയലിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു 20-30 അടി നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടികൾ നിന്ന് കളിക്കുന്ന ആ സ്ഥലത്ത് എത്തിച്ചേരും. സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചില്ല, എന്നാൽ വൈകുന്നേരമായി കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിക്കും. ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ടും ബഹളം വെച്ചുകൊണ്ടുമാണ് ആ കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അടുത്തുള്ള വയലിൽ വളർന്നു നിൽക്കുന്ന നെൽച്ചെടികൾക്കിടയിൽ അവൻ മറഞ്ഞിരിക്കുകയാണെന്ന വിവരം അവരാരും തന്നെ അറിഞ്ഞു കാണില്ല. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ആ പന്ത് തെറിച്ച് ആ വയലിൻ്റെ അരികിലേക്ക് വരികയും ഒരു കുട്ടി അതെടുക്കുവാൻ വേണ്ടി അവിടേക്ക് ഓടിയെത്തുകയും ചെയ്തു. അതോടെ കാര്യങ്ങൾ മാറി. തുണി കൊണ്ടും വള്ളികൾ കൊണ്ടും നിർമ്മിച്ച ആ പന്തിലേക്ക് രക്തം തെറിച്ചു വീണു. കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. അതെ, അതവിടെ അരങ്ങേറി കഴിഞ്ഞിരുന്നു. നെൽച്ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്ന ആ കടുവ അവിടേക്ക് പന്തെടുക്കുവാൻ വന്ന ആ കുട്ടിയുടെ മുകളിലേക്ക് ചാടി വീണു. ആ കടുവയുടെ കൂർത്ത പല്ലുകൾ അവൻ്റെ പുറത്തേക്കും കഴുത്തിലേക്കും ആഴത്തിലിറങ്ങി. അവിടെ നിന്നും തെറിച്ച രക്തം ആ പന്തിലേക്കും വീണു. ഇത്രയും ഭയാനകമായ കാഴ്ച കണ്ടുകൊണ്ട് കുട്ടികൾ ഭയം നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. കുട്ടികളുടെ നിലവിളി കേട്ടുകൊണ്ട് അവിടേക്ക് ഗ്രാമത്തിലെ ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും കടുവ തൻ്റെ ഇരയെ എടുത്തുകൊണ്ട് നെൽവയലുകൾക്കുള്ളിലൂടെ വനം ലക്ഷ്യമാക്കി കുതിച്ചോടി. ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് ആൾക്കൂട്ടം ആ കടുവയ്ക്ക് പിന്നാലെ പാഞ്ഞു. വനത്തിൻ്റെ അതിരിലേക്ക് എത്തിയതും തൻ്റെ ഇരയെ അവിടെ ഉപേക്ഷിച്ച് ആ കടുവ പാഞ്ഞ് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്കും ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു. കടുവ അവിടെ ഉപേക്ഷിച്ചിട്ടുപോയ ആ കുട്ടിയുടെ ശരീരം എടുത്തുകൊണ്ട് ആളുകൾ തിരികെ ഗ്രാമത്തിലേക്കെത്തി. അന്ന് രാത്രിയിൽ തന്നെ കടുവയുടെ മറ്റൊരാക്രമണവും ആ ഗ്രാമത്തിൽ അരങ്ങേറി. ഗ്രാമത്തിലേക്ക് കടന്നു കയറിയ ആ കടുവ അവിടുത്തെ ഒരു കുടിലിന്റെ വാതിൽ തകർത്തു. ഉച്ചത്തിലെ നിലവിളി കേട്ട് ആളുകൾ ആയുധങ്ങൾ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും കടുവ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആളുകൾ ആ സമയം അവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ആ കുടിലിലെ ആരെയെങ്കിലുമൊക്കെ ആ കടുവ പിടിച്ചുകൊണ്ട് പോയേനെ. ഇങ്ങനെ ഒരു സംഭവം കൂടി അവിടെ അരങ്ങേറിയതോടെ ആളുകളെല്ലാം പരിഭ്രാന്തിയിലായി. കാരണം അവരുടെ വീടുകളിൽ പോലും അവർ സുരക്ഷിതരല്ല എന്ന ബോധം അവർക്കെല്ലാവർക്കും വന്നു. ഈ കടുവയുടെ ക്രൂരത വിളിച്ചുണർത്തുന്ന മറ്റൊരു സംഭവം ആ ഗ്രാമത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെയാണ്. അടുത്തുള്ള ഗ്രാമത്തിലെ ആളുടെ കല്യാണം കൂടുവാൻ വേണ്ടി ഇവിടെ നിന്നും ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് പോയിരുന്നു. കല്യാണം കൂടി തിരികെ മടങ്ങുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആൾക്കൂട്ടം നടന്നു വരികയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു ചെറിയ കൂട്ടം. ആ നടന്നു വരുന്ന കൂട്ടത്തിൽ ഒരു യുവതിയും അവളുടെ കയ്യിൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ടായിരുന്നു. അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൂട്ടമായി അവരുടെ ഗ്രാമം ലക്ഷ്യമാക്കി വരികയാണ്. ഏകദേശം 10-15 പേര് വരുന്ന ഒരു ചെറിയ കൂട്ടമായിരുന്നു അത്. അങ്ങനെ അവർ വനത്തിനരികിലൂടെയുള്ള ആ പാത വഴി നീങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ അതും അവിടെ സംഭവിച്ചു. ആളുകൾ കൂട്ടമായി പോയാൽ കടുവ അവരെ ആക്രമിക്കില്ല എന്നതായിരുന്നു അതുവരെയുള്ള അവരുടെ ധൈര്യം. എന്നാൽ അതിനും ഒരു അവസാനം ഇടുന്ന പരിപാടിയായിരുന്നു പിന്നീട്
കടുവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വനത്തിൽ എവിടെയോ മറഞ്ഞിരുന്ന ആ കടുവ ആ കൂട്ടത്തിന് നേരെ ചാടി വീണു. ഓർക്കാപ്പുറത്ത് കടുവ അലറിക്കൊണ്ട് അവർക്ക് മുന്നിലേക്ക് ചാടി വീണതും ആൾക്കൂട്ടം 4 വഴി ചിതറിയോടി. കടുവയുടെ കണ്ണുകൾ ആ അമ്മയ്ക്കും കുഞ്ഞിനും നേരെ പതിഞ്ഞു. കടുവയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവൾ പാതയിലൂടെ നേരെ ഓടി. ബാക്കിയുള്ളവർ വനത്തിലേക്ക് ഓടി എങ്ങോട്ടെന്നില്ലാതെ ഓടിയാകുന്നു. പാതയിലൂടെ നേരെ ഓടുന്ന അവൾക്ക് പിന്നാലെ ആ കടുവയും കുതിച്ചോടി. അവൾക്ക് പിന്നാലെ കടുവ വരുന്നത് കണ്ടുകൊണ്ട് അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലറി. എന്നാൽ ആരും അവളുടെ രക്ഷകനായി അവിടെ പ്രത്യക്ഷപ്പെട്ടില്ല. ഓടി വന്ന കടുവ തന്റെ പിൻകാലുകളിൽ കുതിച്ച് അവൾക്ക് നേരെ പാഞ്ഞു. കടുവയുടെ മുൻകാലുകൾ കൊണ്ട് അവളെ അടിച്ചു നിലത്തിട്ടു. കടുവയുടെ കൂർത്ത നഖങ്ങൾ വന്ന് തറച്ചു കയറിയത് അവളുടെ തലയോട്ടിയിലേക്കായിരുന്നു. തല പൊളിഞ്ഞു. അവളുടെ കയ്യിൽ നിന്നും കുട്ടി ദൂരേക്ക് തെറിച്ചു വീണു. ദൂരേക്ക് തെറിച്ചു വീണ കുട്ടിയിലേക്കായിരുന്നു ആ കടുവയുടെ കണ്ണ് പിന്നീട് പോയത്. യുവതിയുടെ അനക്കം പൂർണ്ണമായും അവസാനിച്ചു. ദൂരേക്ക് തെറിച്ചു വീണ കുട്ടി നിലവിളിച്ചു കരഞ്ഞു. കടുവ ആ കുട്ടിയുടെ നേരെ ചാടുകയും ആ കുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് വനത്തിനുള്ളിലേക്ക് ഓടി മറയുകയും ചെയ്തു. കടുവ വനത്തിലേക്ക് പോയത് കണ്ടുകൊണ്ട് ആളുകൾ പിന്നീട് തിരികെ അനക്കമില്ലാതെ പാതയ്ക്ക് സമീപം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ യുവതിയുടെ അരികിലേക്ക് ആളുകൾ ചെന്നു. ഒരനക്കം പോലും അവളുടെ ശരീരത്തിനുണ്ടായിരുന്നില്ല. തലയിൽ നിന്നും രക്തം ധാരധാരയായി ആ പാതയിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. കടുവയുടെ കൂർത്ത നഖങ്ങൾ അവളുടെ തലയൊട്ടി തകർത്തിരിക്കുന്നു. തലയുടെ ഒരു വശം പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുന്നു. ജീവൻ പോയിരിക്കുന്നു. കടുവ പോയതിന് പിന്നാലെ പോകുവാൻ ആരും തയ്യാറായില്ല. അവിടെ ജീവനറ്റ് കിടന്ന ആ യുവതിയുടെ ശരീരം എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് അവർ മടങ്ങി. നരഭോജിയായ കടുവ ഇറങ്ങിയ വിവരം അപ്പോഴേക്കും അയൽ ഗ്രാമങ്ങളിലേക്കുമെല്ലാം പരക്കെ പടർന്നിരുന്നു. കടുവയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ആദ്യത്തെ 2 കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ആ പ്രദേശത്തിന്റെ അധികാരി ആ കടുവയെ പിടിക്കുന്നവർക്കുള്ള പാരിതോഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും ഉൾഗ്രാമം ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് ആരും തന്നെ ആ കടുവയെ പിടിക്കുവാൻ അങ്ങോട്ട് എത്തിയില്ല. താരതമ്യേന പാരിതോഷികം കുറവായതുകൊണ്ട് തന്നെ ആയിരിക്കാം ആരും വരാഞ്ഞതെന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചു. അവസാനം നടന്ന ഈ 2 കൊലപാതകങ്ങൾ ആ കുട്ടിയുടെയും ആ മാതാവിൻ്റെയും വല്ലാതെ അവിടുത്തെ ആളുകളെ പ്രകോപനം കൊള്ളിച്ചിരുന്നു. അവിടുത്തെ അധികാരികളെ കാണുവാൻ വേണ്ടി ഗ്രാമത്തലവനും ഗ്രാമത്തിലെ മറ്റ് പ്രമുഖന്മാരും പോയി കാര്യങ്ങൾ വേണ്ട രീതിയിൽ പറയുകയും നാൾക്ക് നാൾ ആ കടുവയുടെ ശല്യം ഗ്രാമത്തിൽ കൂടി വരികയാണെന്നും പറഞ്ഞു. വീണ്ടും ആ കടുവയെ പിടിക്കുന്നവർക്കുള്ള പാരിതോഷികം ഉയർത്തി. ഇത്തവണ കടുവയെ പിടിക്കുവാൻ വേണ്ടി അവിടേക്ക് എത്തിയത് മലയോര ഗ്രാമത്തിൽ ജീവിച്ചു വളർന്ന വർക്കി എന്ന ഒരാളായിരുന്നു. അയാൾ ആ ഗ്രാമത്തിലേക്ക് വരികയും ആ കടുവയെ പിടിക്കുവാൻ താൻ സഹായിക്കുമെന്നും പറയുകയായിരുന്നു. ഇതുവരെയും ധാരാളം ആനകളെയും കടുവകളെയും താൻ കൊന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ നരഭോജിയായ കടുവയെ കൊല്ലാൻ അയാൾ സഹായിക്കുമെന്നും പറഞ്ഞു. അവിടുത്തെ ആളുകൾക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായത്. വർക്കിക്ക് ആ കടുവയെ കീഴടക്കുവാൻ ഏകദേശം 15 ദിവസത്തോളം വേണ്ടി വന്നു. അദ്ദേഹത്തിനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടുവന്ന ആ നായയായിരുന്നു. അതെ, ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ അയാൾ വളർത്തുനായയും കൂടി അയാൾ കൂടെ കൊണ്ടുവന്നിരുന്നു. വനത്തിലേക്ക് വേട്ടയാടാൻ പോകുമ്പോൾ സാധാരണഗതിയിൽ അയാളുടെ വളർത്തുനായ അയാൾ കൊണ്ടുപോകാറില്ല. എന്നാൽ ഇത്തവണ നേരെ തിരിച്ചായിരുന്നു ഉണ്ടായത്. അയാളുടെ വളർത്തുനായയും കൊണ്ടാണ് അയാൾ അവിടേക്ക് എത്തിയത്. വനത്തിലേക്ക് നായാടാൻ പോകുമ്പോഴെന്ന് ഉദ്ദേശിച്ചത് ആനയോ കടുവയോ ഒക്കെ കൊലപ്പെടുത്തുവാൻ പോകുമ്പോഴുള്ള കാര്യമാണ്. അല്ലാത്തപ്പോൾ ചെറിയ ചെറിയ പക്ഷി വേട്ടയ്ക്കോ മുയൽ വേട്ടയ്ക്കോ കാട്ടുപന്നി വേട്ടയ്ക്കോ പോകുമ്പോഴെല്ലാം ഈ നായയെ കൊണ്ടുപോകാറുണ്ട്. നല്ലൊരു വേട്ട നായ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കൈസർ എന്ന നായ. അവിടേക്ക് എത്തിയ അയാൾ തൻ്റെ നായയും കൊണ്ട് ആ ഗ്രാമത്തിന് ചുറ്റും നടക്കുകയും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും ചെയ്തു. കടുവ ഇരകളെ പിടിച്ച സ്ഥലങ്ങളിലെല്ലാം അയാൾ സഞ്ചരിച്ചു. കടുവയെ നേരിട്ട് കണ്ടവരോടെല്ലാം കാര്യങ്ങൾ തിരക്കുകയും വിശദാംശങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അയാൾ വന്ന ആ രാത്രിയിൽ കടുവ ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. വീടിന് മുന്നിൽ കെട്ടിയിട്ട നായ വല്ലാതെ കുരയ്ക്കുന്നതും അയാൾ കേട്ടു. തൻ്റെ റൈഫിൾ എടുത്തുകൊണ്ട് വർക്കി വീടിന് പുറത്തേക്ക് ഇറങ്ങി. നല്ല ഇരുട്ടായിരുന്നു അന്ന്. ചുറ്റുപാടും ഒന്നും കാണുവാൻ വയ്യ. താൻ താമസിക്കുന്ന കുടിലിൽ നിന്നും ഏകദേശം 10 അടി അകലെയുള്ള കുടിലിൻ്റെ റാന്തലിൻ്റെ വെളിച്ചത്തിൽ അതിനരികിലായി 2 തിളങ്ങുന്ന കണ്ണുകൾ അയാൾ കണ്ടു. ആ കണ്ണുകൾക്ക് നേരെ തൻ്റെ റൈഫിൾ ഉയർത്തുകയും നിറയൊഴിക്കുകയും ചെയ്തു. എന്നാൽ നായ ശക്തമായി കുരച്ചതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തേക്ക് ആ കടുവ അവിടെ നിന്നും മാറിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശരീരത്തിൽ തൊടാതെ തിര ദൂരേക്ക് അകന്നുപോയി. വെടിയുടെ ശബ്ദം ആ കടുവയെ ആ ഗ്രാമത്തിൽ നിന്നും അകറ്റി. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ കടുവ ഗ്രാമത്തിലേക്ക് എത്തിയില്ല. കടുവയെ കണ്ടുപിടിക്കുവാൻ വേണ്ടി തൻ്റെ നായയുമായി ആ വനമാകെ അയാൾ അലഞ്ഞു നടന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കടുവയുടെ പുതിയ ട്രാക്കുകൾ കണ്ടെത്തുവാൻ വർക്കിക്ക് കഴിഞ്ഞില്ല.
അവനെ പിടിക്കുവാൻ വേണ്ടി പല കെണിയും ഗ്രാമത്തിന്റെ അതിരുകളിൽ അയാൾ തീർത്തുവെങ്കിലും അതിലൊന്നും ആ കടുവ വീണില്ല. ഒരു പക്ഷേ അന്ന് രാത്രിയിൽ സംഭവിച്ച ആ വെടിയുടെ ശബ്ദം ആ കടുവയെ വല്ലാതെ അസ്വസ്ഥനാക്കി കാണണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഭയം നിറച്ചിരിക്കണം. അതുകൊണ്ടായിരിക്കും ആ കടുവ ഈ ഗ്രാമത്തിലേക്ക് വരാത്തതെന്നും മറ്റെവിടേക്കെങ്കിലുമെല്ലാം ഓടിപ്പോയിരിക്കാമെന്നും അവിടുത്തെ ഗ്രാമീണർ ചിന്തിച്ചത്. നരഭോജിയായ കടുവ ഗ്രാമം വിട്ട് ദൂരേക്ക് പോകില്ല എന്നും അങ്ങനെ പോയാൽ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് അവൻ ഇതിനോടകം ചെന്നിരിക്കാമെന്ന നിഗമനത്തിലും വർക്കി എത്തിച്ചേർന്നു. അയാൾ ചിന്തിച്ചതുപോലെ തന്നെയായിരുന്നു അവിടെ നടന്നത്. അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും ഒരാൾ വിവരം കൊണ്ടെത്തി. അടുത്തുള്ള ഗ്രാമത്തിൽ തലേന്ന് രാത്രിയിൽ ഒരു കൊലപാതകം നടന്നുവെന്നും അതിന് പിന്നിൽ കടുവയാണെന്നുമുള്ള വാർത്തയായിരുന്നു അവരെ തേടിയെത്തിയത്. അതോടെ ഈ ഗ്രാമത്തിലെ ഉള്ളവർക്ക് ആശ്വാസമായി. കാരണം തങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ആ നാശം പിടിച്ച കടുവ ദൂരേക്ക് പോയിരിക്കുന്നു. പിന്നെ ഒരുപാട് സമയം അവിടെ ചെലവഴിക്കാൻ വർക്കി തയ്യാറായില്ല. തൻ്റെ നായയും തൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് കടുവയുടെ ആക്രമണം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ആ ഗ്രാമത്തിലേക്ക് പോയി. അവിടുത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചു. തലേന്ന് രാത്രിയിലാണ് ഈ കടുവ ഇവിടേക്ക് എത്തിയതെന്നും ഗ്രാമത്തിലെ കുടിലിന് പുറത്ത് കിടന്നിരുന്ന ഒരു യുവാവിനെയാണ് അവൻ പിടിച്ചുകൊണ്ടു പോയതെന്നും അവിടുത്തെ ആളുകൾ പറഞ്ഞു. കടുവയുടെതെന്ന് കരുതപ്പെടുന്ന കാൽപ്പാടുകൾ ആ കുടിലിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തുവാനും സാധിച്ചു. ആ കാലടയാളങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായത് താൻ വന്ന ഗ്രാമത്തിൽ പ്രശ്നമുണ്ടാക്കിയ കടുവ തന്നെയാണ്, താൻ അന്വേഷിക്കുന്ന കടുവ ഇവൻ തന്നെയാണെന്ന നിഗമനത്തിൽ അയാൾ എത്തിച്ചേർന്നു. അപ്പോഴേക്കും ഏകദേശം 8-9 ദിവസങ്ങളായി കഴിഞ്ഞിരുന്നു. തന്റെ തുടക്കത്തിൽ മറ്റേ ഗ്രാമത്തിൽ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കരുതെന്ന് കരുതി അയാൾ അവിടുത്തെ ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ കുടിലുകളുടെ എല്ലാം മുന്നിൽ റാന്തൽ കത്തിക്കണമെന്നും ഇന്നത്തെ രാത്രി അത് അണയ്ക്കരുതെന്നും പറഞ്ഞു. കടുവയുടെ മുരൾച്ചയോ കാലടി ശബ്ദങ്ങളോ കേട്ടാൽ നിങ്ങൾ ഒരിക്കലും പരിഭ്രാന്തരാകരുതെന്നും നിലവിളിക്കരുതെന്നും പറഞ്ഞു. ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഈ നരഭോജിയായ കടുവയുടെ വിധി തീർക്കുമെന്നും വർക്കി അവരോട് പറഞ്ഞു. അവിടുത്തെ ആളുകൾ തനിക്കായി ഒരു കുടിൽ ഒരുക്കി തന്നു. ആ കുടിലിനുള്ളിലേക്ക് വർക്കി കയറി അതിന്റെ വാതിൽ മലക്കെ തുറന്നിട്ടു. തന്റെ കൈസർ എന്ന നായെ ആ കുടിലിന്റെ വാതിൽ തന്നെ നിർത്തി. അവനെ ബന്ധിച്ചിരുന്നില്ല. അവനോട് അനങ്ങാതെ അവിടെ തന്നെ നിൽക്കണമെന്നും ആ കടുവയെ ഇവിടേക്ക് ആകർഷിക്കണമെന്നും ആയിരിക്കാം ഉത്തരവ് കൊടുത്തിരുന്നത്. സൂര്യൻ അസ്തമിച്ച് എങ്ങും ഇരുട്ട് പടരുവാൻ തുടങ്ങിയ സമയം എല്ലാ കുടിലുകളിലും റാന്തലിന്റെ വെളിച്ചം തെളിഞ്ഞു. തുടക്കത്തിലെ ആ ദിവസത്തെ രാത്രി പോലെ ആയിരുന്നില്ല ഇന്നത്തെ രാത്രി. നല്ല നിലാവുണ്ടായിരുന്നു. റാന്തലിന്റെ വെളിച്ചമില്ലെങ്കിലും അരണ്ട വെളിച്ചത്തിൽ ചുറ്റുപാടും കാണാൻ സാധിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. വർക്കി നിശബ്ദനായി ആ കുടിലിൽ കാത്തിരുന്നു. തന്റെ നായ കടുവയുടെ സാന്നിധ്യം വിളിച്ചോദിക്കുമെന്ന് അയാൾക്കറിയാം. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ കൈസർ വല്ലാതെ കുരയ്ക്കുവാൻ തുടങ്ങി. കൈസറിന്റെ നോട്ടം എങ്ങോട്ടാണെന്ന് വർക്കി നോക്കി. അതെ, അവൻ നോക്കി കുരച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ തൊട്ടു മുന്നിലെ കുടിലിന്റെ സമീപത്തുള്ള ഒരു ചെറിയ കുറ്റിക്കാടിനുള്ളിലേക്ക് നോക്കിയാണ്. വർക്കി തന്റെ തോക്കെടുത്ത് കയ്യിൽ പിടിച്ചു, തോളിലേക്ക് പൊക്കി വെച്ചു, കാഞ്ചിയിൽ വിരൽ വെച്ച് നിന്നു. ഇനിയും ഏത് നിമിഷവും ആ കടുവയുടെ ഒരു ആക്രമണം ഉണ്ടായേക്കാം. കൈസർ വല്ലാതെ കുരയ്ക്കുന്നു. താൻ താമസിക്കുന്ന കുടിലിന്റെ വാതിൽ മലക്കെ തുറന്നു കിടക്കുന്നു. കടുവയുടെ ശ്രദ്ധ ഇവിടേക്ക് പിടിച്ചു പറ്റുവാൻ വേണ്ടി വർക്കി 1-2 തവണ തുമ്മി, ചുമച്ചു. അതിനെല്ലാം ഫലം കണ്ടു എന്ന് അയാൾക്ക് മനസ്സിലായി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുറ്റിക്കാടിന് പുറത്തേക്ക് ആ തിളങ്ങുന്ന 2 കണ്ണുകൾ വന്നു. അരണ്ട വെളിച്ചത്തിൽ അവ്യക്തമായി ആ കാഴ്ച അയാൾക്ക് കാണുവാൻ സാധിച്ചു. ആ രൂപം ഇപ്പോൾ നടന്നടുത്തുകൊണ്ടിരിക്കുന്നത് താനിരിക്കുന്ന കുടിലിനടുത്തേക്കാണെന്നും അയാൾക്ക് മനസ്സിലായി. കൈസർ വളരെ വേഗം കുടിലിനുള്ളിലേക്ക് കയറി പുറത്തേക്ക് നോക്കി വല്ലാതെ കുരയ്ക്കുന്നു. കൈസർ അകത്തേക്ക് കയറിയതും ആ കടുവ എൻ്റെ കുടിലിനെ നേരെ കുതിച്ച് ചാടി വരുന്നത് ഞാൻ കണ്ടു. അതിൽ നിന്നും ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഞാൻ ആയിരുന്നില്ല അവൻ്റെ ലക്ഷ്യം, എൻ്റെ നായയായിരുന്നു. എൻ്റെ കുടിലിൻ്റെ അടിയിലേക്ക് ചാടി വന്ന ആ കടുവയുടെ തോളിലേക്ക് ഞാൻ ആദ്യം വെടി പൊട്ടിച്ചു. ഇത്തവണ തിരം ലക്ഷ്യം കണ്ടു. അവൻ്റെ തോളിലേക്ക് എൻ്റെ തിര വന്ന് തറച്ചു കയറിയതും അവൻ കുത്തിമറിഞ്ഞ് നിലത്തേക്ക് വീണു. ഒന്നു പിടഞ്ഞു, ഉച്ചത്തിൽ അലറി. ഞാൻ കൈസറിന് സിഗ്നൽ കൊടുത്തു. അവൻ ശൗര്യത്തോടെ കുടിലിന് പുറത്തേക്ക് ചാടുകയും വീണ് പിടയുന്ന കടുവയ്ക്ക് നേരെ പാഞ്ഞടുക്കുകയും ചെയ്തു. പിന്നീട് അവിടെ എനിക്ക് കാണുവാൻ സാധിച്ചത് കൈസറും ആ കടുവയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ആ വലിയ കടുവയെ കീഴ്പ്പെടുത്തുവാൻ പറ്റുന്ന അത്രയും ശക്തിയൊന്നും കൈസറിനില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. എങ്കിലും എൻ്റെ തോക്ക് ഒന്നുകൂടി റീലോഡ് ചെയ്യുന്നത് വരെ അവനെ പിടിച്ചു നിർത്തുവാൻ കൈസർ ധാരാളമാണ്. വളരെ വേഗം ഞാൻ എൻ്റെ റൈഫിൽ റീലോഡ് ചെയ്തു. കൈസറുമായി പോരാടിയിരുന്ന കടുവയുടെ കഴുത്തിലേക്ക് ഞാൻ 2ാമത്തെ തിരയും പായിച്ചു. എൻ്റെ തിര കൃത്യമായി ലക്ഷ്യം കണ്ടു. അവൻ്റെ കഴുത്ത് തുളച്ചുകൊണ്ട് തിര അപ്പുറത്തേക്ക് പാഞ്ഞുപോയി. അനക്കമറ്റ് ആ കടുവ വലത്തേക്ക് മറിഞ്ഞു വീണു. കൈസർ അവനെ വീണ്ടും വീണ്ടും കടിച്ചു കുടയുന്നുണ്ടായിരുന്നു. ആ കടുവയ്ക്ക് ഉഗ്രമായി ഒന്ന് ഗർജിക്കുവാൻ പോലും സാധിച്ചില്ല. വെടിയുടെ ശബ്ദം ആ ഗ്രാമത്തെ പിടിച്ചു കുലുക്കി.
രണ്ടാമത്തെ വെടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഗ്രാമീണരെല്ലാം തന്നെ സംഭവം നടന്ന എൻ്റെ കുടിലിൻ്റെ അരികിലേക്ക് ഓടിയെത്തി. അവർ കാണുന്ന കാഴ്ച കൈസർ ആ കടുവയെ കടിച്ചു കുടയുന്ന കാഴ്ചയാണ്. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഞാൻ ആ കടുവയെ പരിശോധിച്ചു. എൻ്റെ 2 തിരകളും കൃത്യമായി ഞാൻ ലക്ഷ്യം വെച്ചെടുത്ത് തന്നെ തറച്ചു കയറിയിരുന്നു. ഒന്നവൻ്റെ തോളിലും മറ്റേത് അവൻ്റെ കഴുത്തിലും. 12 പ്രായമുള്ള സാമാന്യം വലിപ്പമുള്ള ഒരു ആൺകടുവയായിരുന്നു. തേഞ്ഞ കോമ്പല്ലുകളും മങ്ങി തുടങ്ങിയ ഓറഞ്ച് നിറവുമായിരുന്നു ആ കടുവയ്ക്കുണ്ടായിരുന്നത്. പ്രായാധിക്യം മൂലമോ അല്ലെങ്കിൽ അവൻ്റെ ടെറിട്ടറി മറ്റേതെങ്കിലും കടുവ കീഴ്പ്പെടുത്തിയത് കൊണ്ടോ ആയിരിക്കാം അവൻ മനുഷ്യവാസമുള്ള ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. അവൻ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിൽ ഒരുപക്ഷെ മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അവൻ അറിഞ്ഞിരിക്കാം. അങ്ങനെയായിരിക്കാം അവന് ഭക്ഷ്യയോഗ്യമായ ഒരു ഇര തന്നെയാണ് മനുഷ്യനെന്ന് അവൻ തിരിച്ചറിഞ്ഞത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.